ഹായ് എവ്രി വൺ. വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടപ്പോൾ വിചാരിച്ച് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഡ്രാഗൺ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ദോശ ചെയ്യാനായിട്ട് ഞാൻ ഡ്രാഗനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് വിതറി കൊടുക്കുന്നത്. ഈ ദോശൻ്റെ മാവ് നമുക്ക് സ്റ്റോറിൽ കിട്ടുന്ന വെളുത്ത അരിയും അതേപോലെ കുറച്ച് ഉലുവമിട്ട് അരച്ച് വെച്ചതാണ്, വേറെ ഒന്നും ഇട്ടിട്ട്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന അരി അതന്നെ. മുമ്പെല്ലാം കിട്ടുന്നത് നമുക്കതിൽ ദോശ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ ടൈമിൽ വന്ന അരി നല്ല അരിയാണ്, അതിൽ നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഉഴുന്നൊന്നും ഇടേണ്ട ആവശ്യമില്ല, ചോറും ഇടേണ്ട ആവശ്യമില്ല. വെറും ഉലുവ, കുറച്ച് ഉലുവ, അരി, അത്ര തന്നെയാണ്. നല്ല മുരിഞ്ഞ ദോശ കിട്ടും. ദോശ നല്ല അടിപൊളിയാണ്. ഇത് നാം ഡ്രാഗൺ ഇടാതെ ആക്കി വെച്ചത്. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ദോശ റെഡി ആയതുകൊണ്ട് വന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ് ഡ്രാഗൺ ദോശേനെ. കാണുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്, ബട്ട് കഴിക്കുമ്പോൾ ഒരു രസമില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ട് ഫെയിലായി. എൻ്റെ മണ്ടത്തരത്തേക്ക് ഒരു പോയ ഐഡിയ ആണ്. എൻ്റെ മോന് ഇഷ്ടമായിട്ടുമില്ല, അവൻ കഴിച്ചിട്ടുമില്ല, ഒരു രസമില്ല. ഓക്കെ, ബൈ.